നമസ്കാരം. ധനുസ് സ്പേസ് ടിപ്സിൻ്റെ PVQ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2025 ചോദിച്ചിട്ടുള്ള മലയാളത്തിലെ ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഡിഗ്രി പ്രിലിംസിനും അതുപോലെയുള്ള LDC, VFA, അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർ തസ്തിക, പോലീസ് കോൺസ്റ്റബിൾ തസ്തിക തുടങ്ങിയവയിലേക്കൊക്കെ മലയാളത്തിൻ്റെ 10 മാർക്ക് നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക. 20 ക്വസ്റ്റ്യൻസ് വീതം അടങ്ങി ഓരോ വീഡിയോ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് വരെയുള്ള ആ സമയത്തിനിടയ്ക്ക് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട്, അതേപോലെ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. ജനറൽ GK പാർട്ടും അല്ലാതെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേയധികം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യാനൊരു പരിചയം ഉണ്ടാകും. ഓക്കെ, ഗ്രാമർ സെക്ഷൻ ഇങ്ങനെ കാണാതെ പഠിക്കുകയല്ല, നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. മലയാളം ഗ്രാമർ സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, അവൻ എന്ന പദം പിരിച്ചെഴുതുക. അവൻ എന്ന പദം പിരിച്ചെഴുതുക. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ആ പ്ലസ് അന്നാണ് അവൻ. നിങ്ങൾക്കിത് വേണമെങ്കിൽ ബുക്കിലേക്ക് എഴുതി വെക്കാം, അല്ലേ? പിരിച്ചെഴുതുക എന്നൊരു കോളം ഉണ്ടെങ്കിൽ ആ ഒരു പേജ് മാത്രം എടുത്തിട്ട് അവൻ, അതിനെ പിരിച്ചെഴുതുക, ആ പ്ലസ് അവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഇതുപോലൊരു വാക്ക് തന്നെ അവിടെയും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് താഴെ എഴുതാം. അപ്പം നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒന്നിച്ച് കാണാം, അല്ലേ? എക്സാമിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഡേയിൽ പഠിക്കുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് എടുത്ത് വേണം എളുപ്പം ഒന്ന് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മെമ്മറി പെട്ടെന്ന് ഓടിയെത്തും. അപ്പോൾ ഇവിടെ അവൻ എന്ന പദം പിരിച്ചെഴുതുക. എന്താണ് ഉത്തരം? ആ പ്ലസ് അൻ ആണ് അവൻ. നെക്സ്റ്റ് ചോദ്യം, ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിൺ പ്ലസ് സ്ഥലം, വിണ്ടലം, അല്ലേ? നമുക്കറിയാം, എപ്പോഴും ചോദിക്കുന്ന ഒരു പദമാണ് വിണ്ടലം. അതിനെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വിൺ പ്ലസ് സ്ഥലം. ഏത് സന്ധിയാണ് ആദേശസന്ധി, അല്ലേ? ഇത് തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എഴുതി വെക്കാമല്ലോ. വിൺ പ്ലസ് സ്ഥലം, വിണ്ടലം. ഏത് സന്ധിയാണ്? ആദേശസന്ധിയാണ്. വിൺ പ്ലസ് സ്ഥലം, വിണ്ടലം ആദേശസന്ധിയാണെന്ന് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം എന്താണ്? ആർക്കിടൈപ്പ് എന്നതിൻ്റെ, ആർച്ചി ടൈപ്പ് എന്നും പറയാറുണ്ട്, ആർക്കിടൈപ്പ് എന്നും പറയാറുണ്ട്. ആർച്ചി ടൈപ്പ്, CHE എന്നും വായിക്കാമല്ലോ. ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം പദം എന്താണ്? മലയാള പരിഭാഷ എന്താണ്? ആൻസർ ആദിപ്രരൂപം. ആദിപ്രരൂപം. ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം എന്താണ്? ആദിപ്രരൂപം എന്നാണ്. ഓക്കെ, ആദിപ്രരൂപം. അടുത്ത ചോദ്യം, ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ അതിവാത്സല്യം അപകടകാരിയാണ്. അതിവാത്സല്യം അപകടകാരിയാണ്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും. അതിവാത്സല്യം അപകടകാരിയാണ്. ഓക്കെ, അമിതമായി ലാളിച്ചാൽ അപകടമുണ്ടാകും എന്നതിൻ്റെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ. ഒറ്റപ്പദം കണ്ടെത്തുക. തിതീർഷയ്ക്ക്, ഇല്ല, എന്താ പറയുക? തിതീർഷ. നമ്മളെങ്ങനെ പറയും അതിന്? തിതീർഷ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, തരണം ചെയ്യാനുള്ള ഇച്ഛ. തിതീർഷ. ഈർഷ എന്നുള്ളതല്ല, തിതീർഷ. ഇച്ഛ മീൻസ് ആഗ്രഹമാണ്. തരണം ചെയ്യാനുള്ള ഇച്ഛയാണെന്ത്? തിതീർഷ എന്ന് പറയുക. തിതീർഷ എന്ന് പറയും, ഇല്ല, തരണം ചെയ്യാനുള്ള ഇച്ഛ, ആഗ്രഹം, ഇച്ഛ. അടുത്തത്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ജംഗമം, സ്ഥാവരം. ഓപ്ഷൻ ബി വൃഷ്ടി, സമഷ്ടി. മണ്ഡനം, ഖണ്ഡനം. ഉഗ്രം, അത്യുഗ്രം. കൂട്ടത്തിൽ പെടാത്തവൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉഗ്രം, അത്യുഗ്രം, അല്ലേ? ഉഗ്രം, അത്യുഗ്രം. ഉഗ്രം, അത്യുഗ്രമാണ് കൂട്ടത്തിൽപ്പെടാത്തത്. നെക്സ്റ്റ്, കുതിരയുടെ പര്യായം അല്ലാത്തത് ഏതാണ്? ഇവിടെ കുതിരയുടെ പര്യായം അല്ലാത്തത് ഏതാണ്? ആൻസർ നഗജം. നഗജം എന്ന വാക്കാണ് ഇവിടെ കുതിരയുടെ പര്യായം അല്ലാത്തത്. നഗജം എന്ന വാക്കാണ് കുതിരയുടെ പര്യായം അല്ലാത്തത്. അപ്പോൾ കുതിരയുടെ പര്യായങ്ങൾ ഏതൊക്കെ വരാം? ഹയം, ഘോടകം, പീതി. ഹയം, ഘോടകം, പീതി എന്നിവയാണ്. ഹയം, ഘോടകം, പീതി എന്നിവയാണ്, അല്ലേ? ഇതിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മലയാളം വായിക്കാൻ കുറച്ച് പാടല്ലേ അവർക്ക്. ശരിക്കും നന്നായി വായിച്ച് 10 പേർക്ക് കളയാൻ പാടില്ലല്ലേ. അപ്പോൾ അത് പഠിച്ചേ പറ്റുള്ളൂ.
നെക്സ്റ്റ് ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ നായകൻ നായകി, ശുശ്രുതൻ ശുശ്രു, തപസി തപസ്വിനി, ഉപാധ്യായൻ ഉപാധ്യായി. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്, നായകൻ നായകി. അതാണ് കൂട്ടത്തിൽ പെടാത്തത് അല്ലേ. തപസി തപസ്വിനിയൊക്കെ സ്ത്രീലിംഗം പുല്ലിംഗമാണെന്ന് നമുക്കറിയാം. തപസി തപസ്വിനി അല്ലേ, സ്ത്രീലിംഗം പുല്ലിംഗം സ്ത്രീലിംഗമാണെന്നറിയാം. അപ്പോൾ ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ആരായിരുന്നു? ഓപ്ഷൻ എ നായകൻ നായകി. നെക്സ്റ്റ്, പൂച്ചക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? പൂച്ചക ബഹുവചനം. ആൻസർ ഏതാണ്? വൈദ്യർ. ഓപ്ഷൻ ബി വൈദ്യറാണ് പൂച്ചക ബഹുവചനം. അടുത്ത ചോദ്യം, കരണീ പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കരണീ പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അപൂർവമായ സംഭവം. അപൂർവമായ സംഭവത്തെ പറയുന്ന പേരാണ് കരണീ പ്രസവം. അപൂർവമായ സംഭവത്തെ പറയുന്ന പേരാണ് കരണീ പ്രസവം. അപ്പോൾ അടുത്ത ചോദ്യം, ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ. ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രന് പറയുന്ന പേരെന്താണ്? സുമിത്രയുടെ പുത്രൻ. ആൻസർ ഓപ്ഷൻ ബി സൗമിത്രി. സൗമിത്രി. സുമിത്രയുടെ പുത്രൻ. ആൻസർ എന്താണ്? സൗമിത്രി. സൗമിത്രി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിൻ്റെ പര്യായ പദം എടുത്തെഴുതുക. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിൻ്റെ പര്യായ പദം എടുത്തെഴുതുക എന്നതാണ്. ആൻസർ ഓപ്ഷൻ സി ചൂതം. ചൂതം. മാവിൻ്റെ പര്യായപദം ഇവിടെ ഏതാണ്? ചൂതം എന്നാണ്. മാവിൻ്റെ പര്യായപദം ഏതാണ്? മാവ്. മാവ്. മാവിൻ്റെ അല്ലേ, മാവ് ചൂതം. മാവ് ചൂതം പര്യായപദം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? തീ, കൾ, തു, അൻ. സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? ആൻസർ തീ അല്ലേ. തീ, ഒരുത്തി എന്നൊക്കെ പറയാറില്ലേ, തീ. സ്ത്രീലിംഗ പ്രത്യയം തീ, ഒരുത്തി. നമ്മൾ സ്ത്രീലിംഗ പറയാം, ഒരുത്തി. അടുത്ത ചോദ്യം, വിപരീത പദം എഴുതുക. ഗൗരവം. ഗൗരവത്തിൻ്റെ വിപരീത പദം ഗൗരവം. വിപരീത പദം ഏതാണ്? ലാഘവം. ഗൗരവം ലാഘവം. ഗൗരവം ലാഘവം. അടുത്ത ചോദ്യം, ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഒന്നുകൂടി ചോദ്യം, ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്നതിൻ്റെ ഒരു പഴഞ്ചൊല്ല് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. അടുത്ത ചോദ്യം, ഇത് ഡിഗ്രി പ്രിലിംസിൻ്റെ ചോദ്യമാണ്. 2023 ചോദിച്ച ഡിഗ്രി പ്രിലിംസിൻ്റെ ചോദ്യമാണ്. പ്രിലിംസ് അല്ല, മെയിൻസിൻ്റെ ചോദ്യമാണ്. ഓക്കെ. അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദം ഏതാണ്? അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദം ഏതാണ്? ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി തീക്കനൽ. തീക്കനൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അപ്രൂവ്ഡ് ആസ് പ്രപ്പോസ്ഡ് എന്നതിന് യോജിച്ച മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അപ്രൂവ്ഡ് ആസ് പ്രപ്പോസ്ഡ് എന്നതിന് യോജിച്ച മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, നിർദ്ദേശിച്ച പ്രകാരം അംഗീകരിച്ചു. അപ്രൂവ്ഡ് ആസ് പ്രപ്പോസ്ഡ്, നിർദ്ദേശിച്ച പ്രകാരം അംഗീകരിച്ചു. അടുത്തത്, ഉത്ഥാനം പിരിച്ചെഴുതുക. ഉത്ഥാനം എങ്ങനെ പിരിച്ചെഴുതാൻ സാധിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ഉത് പ്ലസ് സ്ഥാനം. ഉത് പ്ലസ് സ്ഥാനമാണ് ഉത്ഥാനം. ഉത് പ്ലസ് സ്ഥാനമാണ് ഉത്ഥാനം ഇല്ലേ. സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അസന്ദിഗ്ധം. അസന്ദിഗ്ധം എന്നാണ്. അസന്ദിഗ്ധം. സംശയമില്ലാത്തത് അസന്ദിഗ്ധം. അടുത്ത ചോദ്യം,
താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയായ വാക്യം ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. വന്നു ചേർന്ന ആപത്തുകളെല്ലാം നന്മ നിറഞ്ഞവരുടെ സഹായത്താൽ വളരെ വേഗം നീങ്ങിക്കിട്ടി. വന്നു ചേർന്ന ആപത്തുകളെല്ലാം നന്മ നിറഞ്ഞവരുടെ സഹായത്താൽ വളരെ വേഗം നീങ്ങിക്കിട്ടി. അടുത്ത ചോദ്യം ചേർത്തെഴുതുക. തൻ പ്ലസ് കൽ. തൻ പ്ലസ് കൽ എങ്ങനെ ചേർത്ത് എഴുതാൻ പറ്റും? ആൻസർ തങ്കൽ. തൻ പ്ലസ് കൽ തങ്കൽ. തൻ പ്ലസ് കൽ തങ്കൽ. തങ്കൽ ഇങ്കായാണ്. ഇന്നും അല്ലേ, ഇൻ പ്ലസ് ക അത് ഇങ്കായായിട്ട് പരിണമിച്ചു അല്ലേ. ഇന്നും കായും കൂടാണ് ഇങ്കായിട്ട് പരിണമിച്ചേക്കുന്നത്. തൻ പ്ലസ് കൽ തങ്കൽ. നെക്സ്റ്റ് വൺ, കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപ്പദം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ഏതാണ്? ദിദൃശു. ദിദൃശു. ദൃശു ദിക്സാക്ഷി കാണാൻ അല്ലേ, ദിദൃശു. അപ്പോൾ അത് വെച്ച് നമുക്ക് എഴുതാം. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപ്പദം എഴുതുക. ദിദൃശു. ദിക്സാക്ഷി എന്നൊക്കെ പറയില്ലേ, കാണുന്നത് സംഭവം. കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇത് പറയാം ദിദൃശു. ദിദൃശു ആണ്. നെക്സ്റ്റ്, കുളിച്ച കടവ് മറക്കരുത് എന്ന ചൊല്ലിന് യോജിച്ച പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കഴിഞ്ഞ അനുഭവങ്ങളും പ്രവർത്തികളും മറക്കരുത്. കഴിഞ്ഞ അനുഭവങ്ങളും പ്രവൃത്തികളും മറക്കരുത്. ഓക്കെ. അടുത്ത ചോദ്യം, മോതിരം എന്ന പദത്തിന് യോജിച്ച പര്യായങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. അങ്കുലീയം, ഊർമിക. മോതിരം, അങ്കുലീയം, ഓർമിക. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ എപ്പോഴും ഒന്ന് പറഞ്ഞതാണോ ഞാൻ വായിച്ചതാണോ എന്നറിയില്ല. ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ പറഞ്ഞതാണോ എന്ന് ഓർമ്മയില്ല. മോതിരം എന്നത് അങ്കുലീയം, ഊർമിക. അതായത് ഞങ്ങൾക്ക് റിവിഷൻ പോലെ ആകുമല്ലോ. നെക്സ്റ്റ് ചോദ്യം, സ്ഥാവരം എന്ന പദത്തിൻ്റെ എതിർപദം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജംഗമം അല്ലേ. 25 നമ്മൾ എന്തോ ഒരു കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ഈ പേപ്പർ തന്നെയാണ് അല്ലേ, ഇവിടെ ഈ വീഡിയോ തന്നെ ഉണ്ട്. 25 ചോദ്യം അല്ലേ, ആ വർഷത്തെ ചോദ്യമൊന്നുമില്ല. സ്ഥാവരം ജംഗമം നമ്മൾ കണ്ടില്ലേ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടില്ലേ, സ്ഥാവരം എന്ന പദത്തിൻ്റെ എതിർപദം എഴുതുക ജംഗമം. നമ്മൾ പറയുന്നത് ജപ്തി വരുമ്പോൾ സ്ഥാവക ജംഗമ വസ്തുക്കളെല്ലാം പിടിച്ചെടുക്കും എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ സ്ഥാവരം ഓപ്പോസിറ്റാണ്, എതിർപദമാണെന്ത് ജംഗമം എന്നുള്ള വാക്ക്. അപ്പോൾ ഇതിൻ്റെ ആവർത്തിക്കുന്ന ചോദ്യങ്ങളുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടി ഈ വീഡിയോയ്ക്ക് അതുണ്ട്. ഓക്കെ, ശരി. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും മലയാളത്തിൻ്റെ വീഡിയോസ് ഡിഗ്രി പ്രിലിംസ് കഴിയുന്നത് വരെ ദിവസം 2 ദിവസം കൂടി വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.